ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും. ബൈബിളിൻ്റെ ഒരു പ്രശ്നം കണ്ടില്ലേ? ഈ ബൈബിളൊക്കെ പഠിച്ച് വലിയ പുങ്കന്മാരുടെ വന്നിരിക്കണവന്മാർ മനുഷ്യ മനസ്സിലാകാത്ത ഭാഷ ഉപയോഗിക്കണില്ലേ? എനിക്ക് ഇംഗ്ലീഷ് ബൈബിൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചു ആ സംഭവം. അതായത് all the holy offerings that the Israelites present to the Lord, I have given you together with your sons and you, your daughters, as a perpetual due. It is a covenant of salt. ലവണ ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉടമ്പടിയിലെ ഉപ്പ് തളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് ഈ ഭൂമിയിൽ ഓഹരിയില്ല, ശാശ്വതമായ എൻ്റെ ഓഹരി എൻ്റെ കർത്താവാണെന്ന്. ഉപ്പ് എൻ്റെ ദൈവവേദന, നീ ഉപ്പ് എവിടെ തളിച്ചാലും ഓർക്കുക, കർത്താവേ എനിക്ക് മെരിട്ടില്ല. അതല്ല പറയണത്. എന്ത് രസമാണ് ആ വചനങ്ങൾ. 19-20 വായിച്ചേ. കർത്താവ് അഹ്റോനോട് അരുളി ചെയ്തു, ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. ഇസ്രായേലിൽ നിനക്ക് മെരിട്ടില്ലെന്ന്, ഈ ഭൂമിയിൽ നിനക്ക് അവകാശങ്ങളില്ല, നിന്റെ അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കില്ല. അവരെ അവകാശം എന്ന് പറഞ്ഞ ഉടമ്പടി ഭാഷയെ മെരിട്ടാണ്. ഇസ്രായേലിൽ നിനക്ക് ഈ ജീവിതം നിനക്ക് യോഗ്യതയില്ല. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കില്ല, നിനക്ക് ഓഹരിയുമില്ല. ഞാനാണ് നിന്റെ അവകാശം, ഞാനാണ് നിന്റെ മെരിട്ടെന്ന്, ഞാനാണ് നിന്റെ അവകാശം. അപ്പോഴേ ഒരു സ്ഥലത്ത് കൊണ്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ, ദൈവമേ ഭൗതികമായി ഈ പരീക്ഷ എഴുതാനുള്ള യോഗ്യത പോലും എനിക്കില്ല, നീയാണ് എൻ്റെ വിജയം, കർത്താവാണ് എൻ്റെ വിജയം. കർത്താവിൻ്റെ നാമത്തെ വിജയമായിട്ട് ആഘോഷിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാവിധ കഴിവുകേടുകളെയും നമ്മുടെ അവകാശത്തെ അടിയറ വെച്ചുകൊണ്ട് ശാശ്വതമായ എൻ്റെ അവകാശം കർത്താവാണെന്ന് പ്രഖ്യാപിക്കുന്ന ഉടമ്പടിയാണ് ലവണ ഉടമ്പടി എന്ന് പറയുന്നത്. അതാണ് ഉടമ്പടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. 2 കാര്യം: ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും. ഉടമ്പടി നമ്മൾ ദൈവമായിട്ട് ചെയ്ത ആണെന്ന് അറിയാൻ വേണ്ടി ജ്ഞാപകമായിട്ട് നൽകുന്ന ഉടമ്പടി കാശുരൂപം. ഇതൊക്കെ വർക്കൗട്ട് ചെയ്യേണ്ടത് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴാണ്. അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്ന വ്യക്തിയും ദൈവമായിട്ടുള്ള ബന്ധം നിൻ്റെ അതുകൊണ്ട് ഞാൻ ഉടമ്പടി കാശും കൈ മാറരുത്. ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ചെയ്യുന്ന വ്യക്തിയിൽ മാത്രമേ അത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. ആ വ്യക്തിയാണ് അത് വർക്കൗട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ അടിസ്ഥാന ഘടകം വിശ്വാസ പ്രമാണവും നിൻ്റെ ജീവിതവുമാണ്. വിശ്വാസ പ്രമാണവും അതനുസരിച്ചുള്ള ജീവിതവുമാണ് ഉടമ്പടിയുടെ ഒരു മെരിട്ടെന്ന് പറയണത്. ഉടമ്പടിയുടെ മെട്ടെന്ന് പറയണത് വിശ്വാസ പ്രമാണവും അതനുസരിച്ചുള്ള നിൻ്റെ വിശുദ്ധ ജീവിതവും. അപ്പോൾ നീ ദൈവവുമായിട്ട് സംസാരിക്കാനും ഉടമ്പടി ചെയ്യാനും യോഗ്യമായി. ഞാൻ എന്തുകൊണ്ടാണ് അമ്മയെ തിരിച്ചൊന്നും പറയുന്നത്? എന്തുകൊണ്ടാണ് ആദ്യകാരോട് അമ്മയോട് പറയണത്? തിരിച്ചു പറഞ്ഞാൽ ഈ ചാരാൻ പറ്റുകാരന് 100,000 കുറ്റങ്ങൾ പറയാനുണ്ടാകും. ഇപ്പം അതല്ല ആവശ്യം. ഇപ്പം അവൻ നിലനിൽക്കുക, അവൻ്റെ കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിച്ച് പോവുക എന്നുള്ളതാണ് ആവശ്യം. അതുകൊണ്ട് അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അമ്മ വിഷയത്തിൽ ഇടപെടണം. അമ്മ കൃത്യമായിട്ട് ഇടപെടും. നിൻ്റെ യോഗ്യതയിലല്ല ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത്. പക്ഷെ അതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ യോഗ്യതയില്ലാത്തവനായിട്ട് ജീവിച്ചുകൊണ്ട് ദൈവത്തെ വഞ്ചിക്കാവുന്ന ധരിക്കുകയും വേണ്ട. സിസ്റ്റർ മനോഹരമായിട്ടാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെടും. അതൊരു ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് മാറും. കാര്യം അവർ ആ 3 കൊല്ലം കടന്നു പോകുന്ന വഴികളിലൂടെ അവിടെ എല്ലാ കാലാവസ്ഥകളിലൂടെ അതിജീവിച്ചുകൊണ്ട് വിശ്വാസം നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെയുള്ള സഞ്ചാരമാണ്. വേറെ ആരും അവരുടെ കൂടെ ഇല്ലായിരുന്നു, ദൈവം മാത്രം. ഉടമ്പടി ചില സമയത്ത് ദൈവം മാത്രമാകും നിൻ്റെ കൂടെ വരാൻ. അപ്പോഴാണ് ഉടമ്പടി റൈപ്പാകുന്നത്. എഴുന്നേൽക്കുക, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. കേട്ട വചനങ്ങൾക്ക് തന്ന വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. ഏത് സാഹചര്യത്തിലും അവരുടെ കൂടെ സഞ്ചരിക്കുന്ന സാന്നിധ്യം നന്ദി പറയുന്നു. നന്ദിയോടെ
ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് സംസാരിച്ച ഉടമ്പടിയുടെ ബലങ്ങൾ, അതിനാശ്രയിക്കാൻ വേണ്ടിയുള്ള ആധ്യാത്മികമായ ആസ്തിബദ്ധതകൾ കർത്താവ് നമുക്ക് നൽകിക്കൊണ്ട് നമ്മളിപ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇവിടെ പ്രാർത്ഥിക്കുന്നവരും ഇപ്പോൾ ശിരസിൽ കൈവച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിച്ച് തീരുന്നത് വരെ ആവർത്തിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. വിശ്വാസ പ്രമാണം അറിയാൻ പാടില്ലാത്തവരെ യേശുവെ സ്വസ്ത്രം, യേശുവെ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അടിപ്പിടം പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി നമ്മളിലേക്ക് ആവശ്യിച്ചുകൊണ്ട് ഉച്ച മുതൽ ഉള്ളംകാല് വരെ രോഗങ്ങളെ കർത്താവ് സൗഖ്യപ്പെടുന്ന സമയമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഈശോയെ ആരാധന. വിശ്വാസപ്രവചനം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥത. ഹല്ലേലൂയ, ഈശോയെ ആരാധന. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ഈ അത്താറയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ കർത്താവിന് തിരുമുറുവാർന്ന വലതുകരം ഈ മകളുടെ ശിരസ് വെക്കണേ പ്രാർത്ഥിക്കുന്ന, ഈ മകൻ്റെ ശിരസ് വെക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും എല്ലാ പേശികളിലും എല്ലാ ഞരമ്പുകളിലും തന്തുക്കളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. സിസ്റ്റുകൾ, മുഴ, അതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങൾ കർത്താവ്, സർപ്പരോഗങ്ങൾ, അതുപോലെ തന്നെ വാതരോഗങ്ങൾ കർത്താവ്, ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളം ദൈവത്തിൻ്റെ ശക്തിയാൽ ഈശോ നാമത്തെ മാറിപ്പോകട്ടെ. കർത്താവ് സ്പർശിക്കണമേ. കർത്താവ് സ്പർശിക്കുക. മുടിക്കൊഴിയുന്ന അസുഖങ്ങൾ, കണ്ണ് കാഴ്ചയില്ലാത്ത അസുഖങ്ങൾ, ചെവിടെ കേഴുക്കളുള്ള അസുഖങ്ങൾ, തൊണ്ടയ്ക്ക് അസുഖമുള്ള ടോൺസിലിൻ്റെ അസുഖങ്ങൾ, സ്പോണ്ടിലോസിൻ്റെ അസുഖങ്ങൾ, തൈറോയിഡിൻ്റെ അസുഖങ്ങൾ കർത്താവ് സ്പർശിക്കണം പ്രാർത്ഥിക്കുന്ന ഈശോയെ ശ്വാസകോശങ്ങളുടെ അസുഖങ്ങളെ സ്പർശിക്കണം കർത്താവ്. ഈശോയെ വാതരോഗികളെ സ്പർശിക്കണം കർത്താവ്. ഈശോയെ കർത്താവ് ഹൃദയത്തിലുള്ള അസുഖങ്ങൾ, ഹൃദയ ഞാടുകളുടെ അസുഖങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഹൃദയവും ശ്വാസകോശങ്ങളും പതിരെയും കർത്താവിൻ്റെ നാമത്തെ കഴുകപ്പെടട്ടെ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തെ നടുവ് രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, അസ്ഥിസന്ധികൾ, സന്ധിബന്ധങ്ങൾ, മാംസപേശികൾ, മരവിപ്പുകൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരി ഗർഭാശയ രോഗങ്ങൾ, മുദ്രാശയ രോഗങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിലൂടെ അങ്ങയുടെ നാമം വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വീട്ടിലേക്ക് വഴിയില്ലാത്തവർ, വിദേശ രാജ്യങ്ങളിലെ ജോലി നഷ്ടപ്പെട്ടവർ, ജയിലിലായവർ, വിസ എക്സ്പയർ ആകാൻ പോകുന്നവർ, നിയമപരമായ കാരണങ്ങളാൽ വിദേശങ്ങൾ ഒളിച്ച് താമസിക്കുന്നവർ, ജീവിത പങ്കാളി മക്കളെയും കൊണ്ടുപോകാൻ പറ്റാതെ വിഷമിക്കുന്നവരെ, നാട്ടിലെ ഓരോരോ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, പരീക്ഷയ്ക്ക് തോറ്റിട്ട് വീണ്ടും അറ്റൻഡ് ചെയ്യുന്നവർ, റീവാലുവേഷൻ കൊടുത്തിട്ടുള്ളവർ,
തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങേണ്ട പേരിൽ കടമായി പോയവർ, സാമ്പത്തിക ബാധ്യതകൾ വന്നു പോയവർ, ജപ്തി നടപടി നേരിടാൻ പോകുന്നവർ, വസ്തു ലേലത്തിലായവർ, വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വന്നവർ, ഇങ്ങനെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർ, വിവാഹജീവിതം തകർന്നവർ, ഒന്നിച്ചു താമസിക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നവരെ എല്ലാവർക്കും വേണ്ടി ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധമായ തിരുമുറിവാർന്ന വലതുകരം മക്കളുടെ ശിരസ് വെക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ്, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ 38 വർഷം അർപ്പിച്ച കൃപായുടെ യോഗ്യതയായ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിലെ നിന്റെ ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട ഹല്ലേലൂയ. അങ്ങയുടെ ആരാധന വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ, ആവേ എൻ്റെ പേര് നീതു. എൻ്റെ വീട് തൊടുപുഴയാണ്. ഞാനിപ്പോൾ വരുന്നത് പാലായിൽ നിന്നാണ്. ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് കൃപാസന പത്രങ്ങളിലൂടെയും യൂട്യൂബിൽ വന്നിരുന്ന സാക്ഷ്യങ്ങളിലൂടെയുമാണ്.
അപ്പോൾ സാക്ഷ്യങ്ങൾ കേട്ട് തുടങ്ങിയപ്പോൾ ഞാൻ കൃപാസനത്തെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞാൻ ശ്രമിച്ചു. സ്വാഭാവികമായിട്ട് ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ കണ്ടു, ധ്യാനങ്ങളൊക്കെ കൂടാൻ തുടങ്ങി, കൃപാസന അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ 2022 സെപ്റ്റംബർ 26 എൻ്റെ പപ്പായ്ക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുകയാണ്. അപ്പോൾ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് ഒരു ബസ്സും കാറും തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് ആ കാറ് തിരിച്ച് റിട്ടേൺ വന്ന് പപ്പായുടെ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു. ആ ഒരു ആക്സിഡൻറ്റ് പപ്പായ്ക്ക് വളരെയധികം ഒടിവുകളും മുറിവുകളും ഉണ്ടായി. പപ്പ തെറിച്ചുപോയി. കാലുകൾക്ക് 2 മുറിവ്, വാരിയലുകൾ 3-4 എണ്ണം പൊട്ടി, തലയ്ക്ക് വളരെയധികം ക്ഷതമേറ്റു. പപ്പ അൺകോഷ്യസായി. അപ്പോൾ ആ ഒരു ഷോക്കിൽ മൈനറായിട്ടൊരു അറ്റാക്ക് ഉണ്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടേഴ്സ് വളരെ പ്രതീക്ഷയില്ലാത്ത രീതിയിൽ സംസാരിച്ചു. തൊടുപുഴയിലാണ് ആദ്യം ആശുപത്രിയിൽ എത്തിച്ചത്. അതിനുശേഷം അവിടുന്ന് എറണാകുളത്തേക്ക് മാറ്റി. പപ്പായ്ക്ക് ബോധമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ ഇതൊക്കെ അറിഞ്ഞ് എനിക്ക് ആദ്യം മാതാവിനോട്, കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു. അമ്മേ, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം, എൻ്റെ പപ്പായെ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരാഴ്ചയോളം പപ്പ ICUവിലായിരുന്നു. അറ്റാക്കിൻ്റെ പ്രശ്നങ്ങൾ, BP നോർമലാകാതെ നിൽക്കുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ഓപ്പറേഷനുകളോ ട്രീറ്റ്മെൻറ്റുകളോ ഒന്നും കാര്യമായിട്ട് മുന്നോട്ട് പോകാതെ നിൽക്കുന്നൊരു സാഹചര്യം വന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ലഭിച്ച ഉടമ്പടി തൈലം അവിടെ എത്തിച്ചു, ആശുപത്രിയിൽ എത്തിച്ചു. പപ്പായ്ക്ക് ഞാൻ നെറ്റിയിൽ പുരട്ടിക്കൊടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം പപ്പായുടെ BP ഒക്കെ നോർമലായി. ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷനൊക്കെ നടത്തി. അതിനുശേഷമാണെങ്കിൽ പോലും മരുന്നിൻ്റെ റിയാക്ഷനുകളും കാരണം ഒരാഴ്ചയോളം പപ്പായ്ക്ക് ബോധമൊന്നും ശരിയായ രീതിയിൽ കിട്ടിയില്ല. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു മരുന്നിൻ്റെ റിയാക്ഷൻ കൊണ്ടാകാം, സാവധാനം ശരിയാകുമെന്ന് പറഞ്ഞു. പക്ഷേ വീണ്ടും അത് 1 മാസത്തോളം കണ്ടിന്യൂ ചെയ്തു. ഓർമ്മയൊന്നും ശരിയായി വരാത്തൊരു സാഹചര്യം വന്നു. ഞങ്ങളപ്പോഴൊക്കെ ഉടമ്പടി തൈലം പപ്പായുടെ മുറിവുകളിൽ പുരട്ടിക്കൊടുത്ത്, മുറിവുകൾക്ക് ചുറ്റും പുരട്ടിക്കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നെറ്റിയിൽ പുരട്ടിക്കൊടുത്തു. അപ്പം ഡോക്ടേഴ്സിനെ ഞങ്ങൾ വീണ്ടും കണ്ടപ്പോൾ അവർ പറഞ്ഞു ഭേദമാകും, പിന്നെ പ്രായത്തിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, ഷുഗറുണ്ട്, സാവകാശം ശരിയാകുമായിരിക്കാം എന്നവർ പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യം മാത്രമേ അവർ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ ഈ ഉടമ്പടിയിൽ മുന്നോട്ട് തന്നെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എൻ്റെ ഉടമ്പടി പൂർത്തിയായപ്പോൾ, അതായത് 90 ദിവസം പൂർത്തിയായപ്പോൾ പപ്പ എഴുന്നേറ്റ് നിന്നു കട്ടിലേൽ. കാല് 2 മുറിഞ്ഞ് 2 ഓപ്പറേഷൻ നടത്തി ഓർമ്മ ശരിയായ രീതിയിലേക്ക് വരാത്തയാൾ 90 ദിവസം പൂർത്തിയായപ്പോഴേക്കും എഴുന്നേറ്റ് നിന്നു. ഓർമ്മ പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പോൾ പൂർണ്ണ സൗഖ്യം, പപ്പായ്ക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. ഞാൻ ശരിയായൊരു നോർമൽ ലൈഫിലേക്ക് വരുമോ എന്ന് ഡോക്ടേഴ്സ് വരെ സംശയം പറഞ്ഞ ആൾ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യുന്നു, സ്വന്തമായി ഡ്രൈവ് ചെയ്യുന്നു. എല്ലാം വീണ്ടും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ തന്നെ ജീവിതത്തിലേക്ക് പൂർണ്ണമായും എൻ്റെ പപ്പായെ തിരിച്ചു തന്നു. ഇത് എൻ്റെ കൃപാസന മാതാവ് വഴി നടത്തിയ ഒരു വലിയ അത്ഭുതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃപാസന മാതാവിന് 1000 നന്ദി. എൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഹിന്ദിയിൽ MA, MPhil, PhD, B.Ed ഇതൊക്കെ നേടിയ ഒരു ആളാണ്. പക്ഷേ എൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്ക് സ്ഥിരമായിട്ട് ഒരു ജോലി ലഭിക്കുന്നില്ലായിരുന്നു. സ്വാഭാവികമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിലൊക്കെ ആവറേജിന് മുകളിൽ പഠിക്കുന്ന വളരെ മോശമല്ലാത്തൊരു വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ ചിന്തിച്ചിരുന്നു കുഴപ്പമില്ല, എനിക്ക് എവിടെയെങ്കിലും ജോലി കിട്ടും, ഇത്രയൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടല്ലോ, സ്കൂളിലോ കോളേജിലോ എവിടെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, അപ്പോൾ അതെനിക്ക് ജോലി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു 2018 കാലഘട്ടം മുതൽ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ ജോലി അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്നവർ പറയുന്നു വളരെ നന്നായിരുന്നു, പക്ഷേ എനിക്ക് ജോലി ലഭിക്കുന്നില്ല. താൽക്കാലികമായിട്ട് എനിക്ക് എപ്പോഴും ജോലി ലഭിക്കുന്നുണ്ട്, എല്ലാ വർഷവും തന്നെ കിട്ടുന്നുണ്ട്, പക്ഷെ പെർമനൻ്റ് ആയിട്ട് ജോലി കിട്ടുന്നില്ല. അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ ജോലി കിട്ടിത്തുടങ്ങി. എനിക്ക് കൂടുതൽ ടെൻഷനായി. ഏജ് കടന്നു പോകുന്നു, ഏജ് ഓവറിൻ്റെ പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തിത്തുടങ്ങുന്നു. എനിക്ക് ടെൻഷനായി തുടങ്ങി. അപ്പം ഞാനിങ്ങനെ വെപ്രാളപ്പെട്ട് തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നിടത്തെല്ലാം ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. കോളേജുകളാകട്ടെ, +2ലേക്കാകട്ടെ, ഹൈസ്കൂളിലോട്ടാകട്ടെ, UP സ്കൂളിലോട്ടാകട്ടെ. എനിക്ക് UP സ്കൂൾ വരെയാണ് പഠിപ്പിക്കാൻ സാധിക്കുക. ഞാൻ അവിടെ എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഒരിടത്തും എനിക്ക് ജോലി ലഭിക്കുന്നില്ല. ചിലയിടത്ത് ചെല്ലുമ്പോൾ ഓവർ ക്വാളിഫിക്കേഷൻ ഒരു പ്രശ്നമായി. എൻ്റെ ക്വാളിഫിക്കേഷൻ കാരണം എനിക്ക് ജോലി കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ ചില UP സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ അവർ ചോദിക്കും ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വേറെ സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്ത് കൂടെ എന്ന് ചോദിച്ച് വരെ തള്ളിക്കളഞ്ഞ സാഹചര്യങ്ങളുണ്ടായി. അപ്പം എനിക്കങ്ങനെ എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര താഴേക്ക് പോയി. അപ്പം അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ എനിക്ക് ഒരു സ്കൂളിൽ എന്നെ ജോലിക്ക് വിളിച്ചു. അപ്പം എനിക്ക് ആ ഒരു
അവർ ആ സ്കൂളിനെ പറ്റിയിട്ടൊന്നും അധികം കാര്യമായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷേ എനിക്ക് ജോലി ലഭിക്കാനുള്ള ഒരു വെപ്രാളത്തിൽ ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തു. ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും അന്വേഷിച്ചില്ല. എൻ്റെ ഹസ്ബൻഡിനും സ്ഥിരമായിട്ട് ജോലി ആയിട്ടില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും താൽക്കാലിക അധ്യാപകരായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവിടെ പോയി ജോയിൻ ചെയ്ത് കുറേ കാലങ്ങൾക്ക് ശേഷം, കുറച്ച് നാൾ ജോലി ചെയ്തതിന് ശേഷമാണ് ഞാൻ പതുക്കെ അറിയുന്നത് അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. അത് പാസ്സായി വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും കൂടെ അറിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കൂടുതൽ സ്ട്രെസ്സിലേക്ക് പോയി തുടങ്ങി. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് എൻ്റെ പപ്പായ്ക്ക് ആക്സിഡൻ്റ് ഉണ്ടാകുന്നതും ഞാൻ ഉടമ്പടി എടുക്കുന്നതും. അപ്പം ഞാൻ ഉടമ്പടിയിൽ രണ്ടാമത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നത് എനിക്കൊരു സ്ഥിര ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചതിന് ശേഷം എനിക്കുണ്ടായൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ എനിക്ക് വെപ്രാളമായിരുന്നു. എവിടെയും ഞാൻ ഓടി നടക്കുവാണ്, എവിടെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് അറിഞ്ഞാലും ഞാൻ പോവുകയാണ്. പക്ഷേ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചതിന് ശേഷം എൻ്റെ ഒരു ടെൻഷൻ ഒരു പരിധി വരെ കുറഞ്ഞു. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം ഞാൻ 2024 മെയ് മാസത്തിൽ ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് പറയാൻ തുടങ്ങി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക എന്ന്. അപ്പം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതിൽ നിൽക്കുമ്പോൾ ഇവിടെ ഇരുന്ന് ഒരു കുട്ടി സാക്ഷ്യം പറയുന്നുണ്ട്. ആ കുട്ടി സാക്ഷ്യം പറയുന്നത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഡേറ്റ് ഇട്ടൊന്ന് പ്രാർത്ഥിച്ചാലോ. അപ്പം ഞാൻ മെയ് 31 ഒരു ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം മെയ് 31 എൻ്റെ ജോലി കാര്യത്തിൽ ഒരു തീരുമാനം എത്തണമേ, എനിക്കൊരു സ്ഥിര ജോലിയായിട്ട് എനിക്കൊരു അറിയിപ്പ് ലഭിക്കണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി പുതുക്കി മുന്നോട്ട് പോയി. മെയ് 31 ആയി വൈകുന്നേരമായിട്ടും എനിക്ക് ഒന്നും അറിഞ്ഞില്ല ഞാൻ. അപ്പം വൈകുന്നേരമായപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നമ്മൾ ഉടമ്പടി പുതുക്കിയിട്ടുണ്ടല്ലോ, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, നിൻ്റെ കാര്യത്തിൽ മാതാവ് ഏതായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ അധികം നിരാശയൊന്നും ഞങ്ങൾക്ക് തോന്നിയൊന്നുമില്ല. ഞങ്ങളന്ന് വൈകുന്നേരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം ഞാൻ യൂട്യൂബ് എടുക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടുന്നത് ജോസഫ് അച്ഛൻ്റെ ഒരു ടോക്കാണ്. ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡുള്ളൊരു ടോക്കാണ്. അതിൽ അച്ഛൻ ഇങ്ങനെയാണ് പറയുന്നത്, ഈ മെയ് മാസത്തിൽ ഉടമ്പടി എടുത്ത എല്ലാവരുടെയും നിയോഗങ്ങൾ മാതാവ് ഒപ്പിട്ടിട്ടുണ്ട്. ആ ഫയൽ മാതാവ് ഒപ്പിട്ടിട്ടുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾ ഇന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല, അത് നാളെയോ അടുത്ത ആഴ്ചയോ നിങ്ങളതറിയും എന്ന് പറഞ്ഞു. ഈ ടോക്ക് ഞാൻ കേട്ട ഉടനെ തന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചു. ഇവിടെ ജോലിക്ക് വരാൻ താല്പര്യമുണ്ടോ, പെർമനൻറ്റ് പോസ്റ്റിലേക്ക് ജോലിക്ക് വരാൻ താല്പര്യമുണ്ടോ, കാരണം ഞാൻ ഇവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി അത് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ മാതാവ് അതിൽ തീരുമാനമെടുത്തിരുന്നു. തലേ ദിവസം തന്നെ തീരുമാനമെടുത്തിരുന്നു എന്നെനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ ജോയിൻ ചെയ്തു. ഞാൻ 2018 മുതൽ ജോലി അന്വേഷിച്ച് തുടങ്ങിയിരുന്നതാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ എവിടെ ജോലി ലഭിക്കണമെന്നായിരുന്നു ഏറ്റവും അധികം ആഗ്രഹിച്ചത്. അവിടുന്ന് തന്നെ എനിക്ക് ഉടമ്പടി പുതുക്കിയപ്പോൾ സ്ഥിര ജോലി ലഭിച്ചു. അപ്പോൾ എനിക്ക് 100% ഉറപ്പുണ്ട് അത് എനിക്ക് മാതാവ് തന്നതാണെന്ന്. കാരണം വർഷങ്ങളോളം ഞാൻ എൻ്റെ ഡിഗ്രികളിലും എൻ്റെ കഴിവുകളിലും ആശ്രയിച്ച് ഞാൻ ജോലിക്ക് വേണ്ടി അലഞ്ഞു നടന്നു. അപ്പോഴൊന്നും എനിക്ക് കിട്ടിയില്ല. കിട്ടിയത് എനിക്ക് മാതാവിൽ ആശ്രയിച്ച്, മാതാവിൽ വിശ്വസിച്ച് ഞാൻ ഉടമ്പടിയുമായി മുന്നോട്ട് പോയപ്പോഴാണ്. അതെനിക്കറിയാം, എനിക്ക് കൃപ, ദൈവത്തിൻ്റെ കൃപയെ കൊണ്ട് മാത്രം ലഭിച്ചതാണ്. ഇവിടെ പറയുന്നത് പോലെ തന്നെ നമ്മുടെ മെറിറ്റിലല്ല, ദൈവത്തിൻ്റെ കൃപയിലാണ്. ഞാനത് ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തപ്പോൾ കഴിഞ്ഞ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പം ഞാനിങ്ങനെ വിചാരിക്കും, എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടുന്നില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു പക്ഷേ എനിക്കതിന് എന്തായിരിക്കും, യോഗ്യതയില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് കിട്ടാത്ത. അപ്പം ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ അമ്മയുടെ സുഗന്ധാഭിഷേകം എനിക്ക് കിട്ടണേന്ന്. ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടാറുണ്ട്. ഞാനീ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജോലി സംബന്ധമായ എന്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ലഭിക്കുന്നുണ്ട്. വളരെ നമുക്കത് പറയാൻ പറ്റത്തില്ല, മുല്ലപ്പൂ വിരിഞ്ഞു വരുമ്പോൾ ഉള്ളൊരു സ്മെല്ല്, അത് നമുക്കൊരു സെക്കൻഡ് അല്ലെ 2 സെക്കൻഡ് നേരത്തേക്കായിരിക്കും, അത് ഭയങ്കര ഒരു അനുഭൂതിയാണ്. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ കുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും സംരക്ഷണം ഞാൻ മാതാവിനെ ഏൽപ്പിച്ച് ഞാൻ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം എല്ലാ ദിവസവും രാവിലെ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ പ്ലേ ചെയ്ത് വെച്ചിരുന്നാണ് ഞാൻ അടുക്കളയിൽ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാവിലെ ഗേറ്റ് തുറക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ ഗേറ്റ് താഴിട്ട് പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ സാക്ഷ്യങ്ങൾ പ്ലേ ചെയ്ത് വെച്ച് കേട്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനത് ഗേറ്റ് തുറക്കാനായി പോയി. അപ്പം സ്വല്പം ഒന്ന് കുനിഞ്ഞ് നിന്ന് ഗേറ്റ് തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും ഗേറ്റും തമ്മിൽ വളരെ കുറച്ചൊരു അകലം മാത്രമേ ഉള്ളൂ, താഴ് തുറക്കുകയാണല്ലോ. അപ്പോൾ അതിനടുത്തൊരു തെങ്ങുണ്ട്. ആ തെങ്ങിൽ നിന്നൊരു ഓല മടൽ
വന്നു വീണു. ആ ഓലമടൽ എങ്ങനെയാണ് വീണതെന്ന് ചോദിച്ചാൽ ഞാനും ഗേറ്റും തമ്മിൽ ഉള്ള ആ ഗ്യാപ്പിനിടയിലൂടെ താഴേക്ക് പോയി. അതിൻ്റെ തലഭാഗം വന്ന് എൻ്റെ കയ്യിലിരുന്ന താഴിലടിച്ച് താഴ് തെറിച്ചു പോയി. പക്ഷേ ഒരു സ്വല്പം പോലും എൻ്റെ വിരളെ പോലും അത് സ്പർശിച്ചില്ല. എനിക്കത് അത്ഭുതം. അത് കണ്ടുകൊണ്ട് എൻ്റെ ഹസ്ബൻഡും അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്കത് അത്ഭുതം, എങ്ങനെ അത് ഞങ്ങളെ സ്പർശിക്കുക പോലും ചെയ്യാതെ താഴേക്ക് പോയി എന്ന് ഞങ്ങൾക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അതിനുശേഷം ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മാതാവിൻ്റെ ഒരു സ്വപ്നം എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് കൂടുതൽ ബോധ്യമായി അത് മാതാവിൻ്റെ സംരക്ഷണമായിരുന്നു എന്ന് എനിക്കത് കൂടുതൽ ബോധ്യമായി. കാരണം സ്വപ്നം ഇങ്ങനെയായിരുന്നു. ഞാൻ മുറ്റത്ത് നിൽക്കുകയാണ്, വീടിൻ്റെ മുൻഭാഗത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഗേറ്റിന് പുറത്ത് കുറച്ചധികം ചെന്നായ്ക്കൾ എന്നെ ആക്രമിക്കാനായിട്ട് കയറി വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു പച്ച വെളിച്ചം ഈ ചെന്നായ്ക്കളെ റൗണ്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇപ്പം ഞാൻ നോക്കുന്നുണ്ട് ഈ പച്ച വെളിച്ചം എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞാൻ നോക്കുമ്പോൾ അത് ആകാശത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെന്നായ്ക്കൾക്ക് കടന്നു വരാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് മാതാവിൻ്റെ സംരക്ഷണമാണ്. ആ പച്ച വെളിച്ചത്തെ മാതാവ് എന്നെ സംരക്ഷിക്കുന്നതാണ്, എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ, ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി. ഞാൻ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് സഹായിക്കാനായിട്ട് മാതാവ് കൊണ്ടും തരുന്നുണ്ട്. അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ഇവിടെ പറയാത്തതുമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. എല്ലാത്തിനും ദൈവമാതാവിന് 1000 നന്ദി. എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തുന്നതിന് 1000 നന്ദി. പിന്നെ വ്യക്തിപരമായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പള്ളിയിലൊക്കെ പോവാറുണ്ട്, സന്ധ്യാപ്രാർത്ഥന കൂടാറുണ്ട്. അങ്ങനെ ഒരു രീതിയിൽ, സാധാരണ രീതിയിലൊരു ക്രിസ്ത്യാനിയായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് പരിശുദ്ധ കുർബാനയിൽ തീക്ഷ്ണമായിട്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീക്ഷ്ണമായിട്ട് അത് പങ്കെടുക്കാനുള്ള കൃപ എനിക്ക് ദൈവം തന്നു. അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന മുടങ്ങാതെ കൂടാൻ കിട്ടുന്ന സാഹചര്യങ്ങളിലെല്ലാം പരിശുദ്ധ കുർബാന ദിവസങ്ങളിലെല്ലാം ഞാൻ പരിശുദ്ധ കുർബാന കൂടാറുണ്ട്. 1/2 മണിക്കൂറോളം ബൈബിൾ വായിക്കുന്നു. ചിലപ്പോൾ അതിൽ കൂടുതലും വായിക്കാൻ കൊന്ത ചൊല്ലാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാം. പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും ഇവിടുന്ന് പത്രമൊക്കെ കിട്ടുമ്പം ഞാനതിൽ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഓരോരുത്തർക്ക് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ കൊണ്ടുപോകുമ്പോൾ 1-2 പേപ്പറേ ഞാൻ കയ്യിലെടുക്കുകയുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കും മാതാവിനോട്, മാതാവേ, ഈ ജീവിതത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിൽക്കുന്നവരെ, അവരെ സഹായിക്കേണ്ടവരുടെ കൈകളിലേക്ക് ഈ പത്രം എന്നെ കൊണ്ടുചെന്ന് എത്തിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ പത്രം എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അവർ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ തകർന്നു പോകാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ അവർക്ക് ലഭിക്കണമേ എന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ പൊതിച്ചോറ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. വസ്ത്രങ്ങൾ ആവശ്യമുള്ളവർക്ക് മേടിച്ചു കൊടുക്കും. അതുപോലെ ഞാൻ പുറത്തോടെയൊക്കെ പോകുമ്പോൾ, റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ നോക്കും, നമുക്ക് സഹായം ആവശ്യമുള്ളവർ ഞാനിങ്ങനെ തേടിക്കൊണ്ടിരിക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം, വലിയ സഹായങ്ങളല്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനുമുള്ളൊരു കൃപ ദൈവം എനിക്ക് തരുന്നുണ്ട്. അപ്പം അതൊക്കെ എനിക്ക് ഈ ഉടമ്പടിയിലൂടെ ലഭിച്ചതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവമാതാവിന് 1000 നന്ദി.